രാജ്യത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച കാസർഗോഡ് സ്വദേശിയായ സൈനികന്റെ അവയവങ്ങളാണ് ഇനി 6 പേർക്ക് പുതുജീവൻ നൽകുന്നത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിന്നും വീണ്ടും ഒരു അവയവദാനത്തിന്റെ വാർത്ത കൂടി പുറത്തുവരികയാണ്. രാജ്യത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച കാസർഗോഡ് സ്വദേശിയായ സൈനികന്റെ അവയവങ്ങളാണ് ഇനി 6 പേർക്ക് പുതുജീവൻ നൽകുന്നത്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച മലയാളി സൈനികൻ കാസർഗോഡ് പെരുമ്പള സ്വദേശി കെ നിതീഷിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബാംഗങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ കഴിയുന്നവരിലൂടെയാണ് നിതീഷ് ഇനി ജീവിക്കുക. 4 സൈനികർക്കും 2 രോഗികൾക്കുമായാണ് അവയവങ്ങൾ നൽകിയത്. കഴിഞ്ഞ ഫെബ്രുവരി 15-ന് കാസർഗോഡ് പൊയിനാച്ചിയിലുണ്ടായ വാഹനാപകടത്തിലാണ് നിതീഷിന് ഗുരുതരമായി പരിക്കേറ്റത്. സ്കൂട്ടർ ഹമ്പിൽ തട്ടി മറിഞ്ഞാണ് അപകടമുണ്ടായത്. തുടർന്ന് ബാംഗ്ലൂർ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നിതീഷ് മരിച്ചത്. നീണ്ട 11 വർഷമായി നാടിനായി സൈനിക സേവനം ചെയ്തു വരികയായിരുന്നു നിതീഷ്. പരിക്കേറ്റ് സൈനിക ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ നിതീഷിന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. പിന്നീട് കരസേനാ ഉദ്യോഗസ്ഥർ നിതീഷിന്റെ ബന്ധുക്കളുമായി സംസാരിച്ചതിനെ തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ ബന്ധുക്കൾ സന്നദ്ധരായത്. കരസേനയും വ്യോമസേനയും കൈകോർത്തുകൊണ്ടായിരുന്നു ദൗത്യം പൂർത്തീകരിച്ചത്. കരൾ, കോർണിയ, വൃക്ക എന്നിവ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലുള്ള സൈനികർക്ക് ദാനം ചെയ്തു. ബാംഗ്ലൂരിലെ കമാൻഡ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മറ്റൊരു സൈനികന് വൃക്ക ദാനം ചെയ്തു. ഹൃദയവും ശ്വാസകോശവും ചെന്നൈയിലെ ആശുപത്രിയിൽ എത്തിച്ച് മറ്റ് 2 രോഗികൾക്ക് ദാനം ചെയ്തു. മണിക്കൂറുകൾക്കകം 6 ശസ്ത്രക്രിയകളും വിജയകരമായി പൂർത്തിയാക്കി. 2014-ലാണ് നിതീഷ് കരസേനയിൽ ജോലിയിൽ പ്രവേശിച്ചത്. നിലവിൽ ഹരിയാന അംബാലയിൽ സിഗ്നൽമാനായി ജോലി ചെയ്യുകയായിരുന്നു നിതീഷ്. കഴിഞ്ഞ ജനുവരി അവസാനമാണ് ലീവ് ലഭിച്ച് നിതീഷ് നാട്ടിലെത്തിയത്. അതിനു പിന്നാലെയായിരുന്നു നിതീഷിന്റെ ജീവൻ കവർന്ന അപകടമുണ്ടായത്.